മലയാള സിനിമയിലെ ഇതിഹാസ താരം മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിൽ 2012 സെക്കൻഡ് ഷോയിലൂടെ അഭിനയ രംഗത്തെത്തിയ ദുൽഖർ സൽമാൻ വളരെ വേഗത്തിലാണ് സ്വന്തമായ ഒരിടം വെട്ടിപ്പിടിച്ചത്. ഇന്ന് ദുൽഖർ ഒരു മലയാള നടൻ മാത്രമല്ല, തെലുങ്ക്, തമിഴ്, ഹിന്ദി ഭാഷകളിൽ ഒരേപോലെ ആരാധകരുള്ള ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ താരമാണ്. എന്നാൽ താരം മറ്റു ഭാഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മലയാള സിനിമയിൽ അദ്ദേഹം സൃഷ്ടിക്കുന്ന വിടവ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട്. ഇതിനിടയിലാണ് താരത്തിന്റെ യഥാർത്ഥ പ്രായത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ പുതിയ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിലാണ് ദുൽഖർ സൽമാന്റെ പ്രായത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ ഈയിടെ സജീവമായത്. ഇന്റർനെറ്റിൽ തിരയുമ്പോൾ പലയിടത്തും ദുൽഖറിന്റെ ജനന തീയതി 1986 ജൂലൈ 28 എന്നും പ്രായം 39 എന്നുമാണ് കാണിക്കുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്നും ദുൽഖറിന് ഇതിനോടകം 40 വയസ്സ് കഴിഞ്ഞുവെന്നുമാണ് റെഡിറ്റ് ഉപയോക്താക്കളുടെ വാദം. വിക്കിപീഡിയയിൽ താരത്തിന്റെ യഥാർത്ഥ പ്രായം 42 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദുൽഖർ ഒരിക്കലും തന്റെ പ്രായം മറച്ചുവെക്കുന്ന വ്യക്തിയല്ലെന്ന് അദ്ദേഹത്തിന്റെ പഴയ അഭിമുഖങ്ങൾ ചൂണ്ടിക്കാട്ടി ആരാധകർ വാദിക്കുന്നു. താൻ 1983 ജനിച്ചതെന്ന് ദുൽഖർ തന്നെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖലയിലെ പല താരങ്ങളും ഇന്റർനെറ്റിൽ തങ്ങളുടെ പ്രായം കുറച്ചു കാണിക്കാൻ ബോധപൂർവം ശ്രമിക്കാറുണ്ടെന്ന പൊതുവായ സംസാരമാണ് ഇത്തരം ചർച്ചകൾക്ക് ആധാരം. എന്നാൽ ദുൽഖറിന്റെ കാര്യത്തിൽ കാഴ്ചയിലുള്ള യുവത്വം കാരണമാണ് പലരും അദ്ദേഹം ഇപ്പോഴും 30കളുടെ തുടക്കത്തിലാണ് തെറ്റിദ്ധരിക്കുന്നത്. ദുൽഖർ സൽമാൻ ഇന്നൊരു ഗ്ലോബൽ ബ്രാൻഡാണ്. സീതാരാമൻ പോലുള്ള സിനിമകളുടെ ആഗോള വിജയം ദുൽഖറിനെ തെലുങ്ക് സിനിമയിലെ ഒഴിവാക്കാനാവാത്ത ഘടകമാക്കി മാറ്റി. എന്നാൽ താരം മറ്റു ഭാഷകളിൽ തിരക്കാകുമ്പോൾ മലയാളികൾക്ക് വലിയൊരു നിരാശയുണ്ട്. ടൊവിനോ തോമസ്, ആസിഫ് അലി, ഫഹദ് ഫാസിൽ തുടങ്ങിയ താരങ്ങൾ മലയാളത്തിൽ നിരന്തരം വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുമ്പോൾ ദുൽഖർ എന്തുകൊണ്ട് വർഷത്തിൽ ഒരു സിനിമ പോലും മലയാളത്തിൽ ചെയ്യുന്നില്ല എന്നതാണ് ആരാധകരുടെ ചോദ്യം. ദുൽഖറിന് വലിയൊരു ആരാധക വൃന്ദം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ലക്ഷ്യം വെക്കുന്ന വലിയൊരു വിഭാഗം ഹേറ്റേഴ്സുമുണ്ട്. അനാവശ്യ വിവാദങ്ങളിൽ പെടാൻ ആഗ്രഹിക്കാത്ത ദുൽഖർ കൂടുതൽ പ്രൊഫഷണലായും സൈബർ ആക്രമണങ്ങൾ താരതമ്യേന കുറവുള്ളതുമായ അന്യഭാഷ ഇൻഡസ്ട്രികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് വേണം കരുതാൻ. പ്രായത്തെ വെറും ഒരു അക്കമായി മാറ്റുന്നതിൽ അച്ഛൻ മമ്മൂട്ടിയുടെ അതേ പാത തന്നെയാണ് ദുൽഖറും പിന്തുടരുന്നത്. മമ്മൂട്ടിക്ക് 74 വയസ്സുണ്ട്, ദുൽഖറിന് 42. എന്നാൽ രണ്ടുപേരെയും കണ്ടാൽ പ്രായം പറയില്ല. ഇതിന് പിന്നിൽ അവരുടെ കഠിനമായ അച്ചടക്കമാണെന്ന് സിനിമാ ലോകം സാക്ഷ്യപ്പെടുത്തുന്നു. നടി സീനത്ത് മമ്മൂട്ടിയുടെ ഭക്ഷണക്രമത്തെക്കുറിച്ച് പങ്കുവച്ച ഓർമ്മകൾ ഇവിടെ പ്രസക്തമാണ്. മമ്മൂക്ക തന്റെ ആരോഗ്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവാണ്. സെറ്റുകളിൽ ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം മുന്നിൽ ഉണ്ടാകുമെങ്കിലും അദ്ദേഹം വളരെ മിതമായി മാത്രമേ കഴിക്കൂ. ഒരു കഷ്ണം ബീഫ് എടുത്ത് അതിന്റെ കൊഴുപ്പ് മുഴുവൻ കളഞ്ഞ ശേഷമേ അദ്ദേഹം അത് കഴിക്കൂ. ഒരിക്കലും അദ്ദേഹം വലിച്ചു വാരി കഴിക്കില്ല. വാപ്പച്ചിയുടെ ഈ ഡയറ്റ് കൺട്രോൾ തന്നെയാണ് ദുൽഖറും പകർത്തിയിരിക്കുന്നത്. ചിട്ടയായ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും ദുൽഖറിന് ഇന്നും ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ ലുക്ക് നൽകുന്നു. ഉസ്താദ് ഹോട്ടൽ, ബാംഗ്ലൂർ ഡേയ്സ്, ഓക്കെ കൺമണി തുടങ്ങിയ സിനിമകളിലൂടെ യുവത്വത്തിന്റെ പ്രിയങ്കരനായി മാറിയ ദുൽഖർ ഇന്ന് സീരിയസ് വേഷങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയായ വേഫറർ ഫിലിംസ് മലയാളത്തിൽ മികച്ച സിനിമകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും നടൻ എന്ന നിലയിൽ ദുൽഖറിനെ സ്ക്രീനിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. തെലുങ്കിലെ പുതിയ പ്രൊജക്ടുകൾക്കായി ദുൽഖർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഉയർത്തുന്നുണ്ട്. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മലയാളി താരങ്ങളിൽ ഒരാളായി ദുൽഖർ മാറി എന്നതും വസ്തുതയാണ്. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് ചർച്ചകളോടോ മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളോടോ ദുൽഖർ പ്രതികരിക്കാറില്ല. ഒരു ഡിപ്ലോമാറ്റിക് സ്വഭാവം പുലർത്തുന്ന ദുൽഖർ തന്റെ സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് പൊതുവേദിയിൽ വരുന്നത്. മമ്മൂട്ടിയുടെ മകൻ എന്ന നിലയിൽ വലിയൊരു ഉത്തരവാദിത്തം തനിക്കുണ്ടെന്നും അദ്ദേഹം എപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഇമേജിന് കോട്ടം തട്ടുന്ന ഒന്നും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകാറില്ല. ദുൽഖർ സൽമാൻ എന്ന നടൻ ഇന്ന് അതിർവരമ്പുകൾ ഭേദിച്ച് വളർന്നു കഴിഞ്ഞു. പ്രായം 39 ആയാലും 42 ആയാലും സ്ക്രീനിൽ അദ്ദേഹം നൽകുന്ന ഊർജ്ജമാണ് ആരാധകർക്ക് പ്രധാനം. ഇന്റർനെറ്റിലെ ചർച്ചകൾ എന്തുതന്നെ ആയാലും മലയാള സിനിമയുടെ അഭിമാനം മറ്റു ഭാഷകളിൽ ഉയർത്തിപ്പിടിക്കുന്ന ദുൽഖർ തന്റെ വേരുകളിലേക്ക് ശക്തമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ സിനിമാ പ്രേമിയും. വാപ്പച്ചിയെ പോലെ തന്നെ കാലത്തെയും പ്രായത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ദുൽഖർ സൽമാൻ ഇനിയും നമ്മെ അത്ഭുതപ്പെടുത്തുമെന്നതും ഉറപ്പാണ്.